അമേരിക്കൻ ടെലിവിഷൻ അവതാരക സവാന ഗത്രിയുടെ അമ്മയുടെ തിരോധാനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. അരിസോണയിലെ ടസ്കോണിലെ വീട്ടിൽ നിന്ന് 6 ദിവസം മുൻപാണ് 84-കാരിയെ കാണാതായത്. പ്രായാധിക്യത്തെ തുടർന്ന് തനിയെ വീടിന് പുറത്തേക്ക് പോകാത്ത ഇവരെ തട്ടിക്കൊണ്ടുപോയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. ജനുവരി 31-ന് വീട്ടിലേക്ക് തിരികെ എത്തിയ നാൻസി ഗത്രിയെ ഫെബ്രുവരി 1 മുതലാണ് കാണാതായത്. പുലർച്ചെ 1:43-ന് വാതിലിലെ ക്യാമറ വിച്ഛേദിക്കപ്പെട്ടു. 2:28-ന് ഫോണിൽ നിന്ന് പേസ്മേക്കർ ആപ്ലിക്കേഷനും ഡിസ്കണക്ട് ആയി. കുടുംബം രാവിലെ നാൻസി അന്വേഷിക്കുമ്പോഴാണ് വീട്ടിലില്ലെന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടനെ കൗണ്ടി ഷെരീഫിനെ വിവരം അറിയിച്ചു. പട്രോളിംഗ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. നാൻസി ഗത്രിയുടെ തിരോധാനത്തിൽ FBI അന്വേഷണം പുരോഗമിക്കുകയാണ്. വീട്ടിലെ വാതിൽപ്പടിയിലെ രക്തം നാൻസി ഗത്രിയുടേത് തന്നെയെന്ന് DNA പരിശോധനാ ഫലവും പുറത്തുവന്നു. പുറത്തേക്കുള്ള അനാവശ്യ യാത്ര ഒഴിവാക്കുന്ന നാൻസി സഹായിയില്ലാതെ പുറത്തു പോകാറുമില്ല. ഇതിനാൽ 84-കാരിയെ തട്ടിക്കൊണ്ടുപോയതാണെന്നാണ് പോലീസ് നിഗമനം. എന്നാൽ തട്ടിക്കൊണ്ടുപോയവർ ഇതുവരെ ബന്ധപ്പെടാത്തത് കുടുംബത്തെ പേടിപ്പെടുത്തുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ള നാൻസിക്ക് കൃത്യസമയത്ത് മരുന്നുകൾ ആവശ്യമാണെന്നും കുടുംബം പറയുന്നു. She lives in constant pain. She is without any medicine. She needs it to survive. She needs it not to suffer. We too have heard the reports about a ransom letter in the media. As a family, we are doing everything that we can. We are ready to talk. സവാന ഗത്രിയുടെ അമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള മനഃപൂർവ്വമായ തട്ടിക്കൊണ്ടുപോകലാണ് ഉണ്ടായതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. നാൻസി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് FBI $50,000 പാരിതോഷികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. Right now, we believe Nancy is still out there. We want her home. At this time, we have not identified a suspect or a person of interest in this case. We are working our best to do that. But to be clear, we have nobody of interest or any suspects that you would consider a prime suspect. പണത്തിനായി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ഒരാൾ ഇതിനകം പിടിയിലായി. അതേസമയം കുടുംബവുമായി സംസാരിച്ചെന്നും എല്ലാ സർക്കാർ സംവിധാനങ്ങളും തെരച്ചിലിനായി ഉപയോഗിക്കുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.